ഇടക്കൊച്ചിക്ക് ഈ രൂക്ഷമായ അതിതീവ്രമായ വേലിയേറ്റത്തിൽ നിന്നും എങ്ങനെ കരകയറാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇടക്കൊച്ചിയെ ഒന്ന് ചുറ്റി നോക്കുക. തീരപ്രദേശത്തു കൂടി ഒന്ന് ചുറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം എവിടെയെല്ലാമാണ് കരിങ്കൽ ഭിത്തികളോ കൽക്കെട്ടുകളോ തകർന്നിരിക്കുന്നത്. അവിടെയെല്ലാം വെള്ളം കയറുന്നുണ്ട്. ഇതാണ് അടിസ്ഥാനമായ കാര്യം. പലയിടത്തും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാം, പലയിടങ്ങളിലും കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പാർശ്വഭിത്തികളുണ്ട്. സ്വകാര്യ വ്യക്തികൾ അവരുടെ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളവ. അവയ്ക്കൊന്നും അവിടെയൊന്നും യാതൊരു തരത്തിലും ഒരു വെള്ളം കടന്നു കയറുന്നുമില്ല. ഇതാണ് അടിസ്ഥാനമായ കാര്യം. ഇത് മനസ്സിലാക്കുക. അവിടം വെച്ച് നമ്മൾ തുടങ്ങുക. അവിടം വെച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുഴയുടെ ഉയരവും. പുഴയ്ക്ക് ഡെപ്ത് ഇല്ലാത്ത കാര്യവും മനസ്സിലാക്കാവുന്നതാണ്. പുഴയ്ക്ക് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഉയരാൻ കാരണം. അപ്പോൾ പുഴയ്ക്ക് ഡെപ്ത് വരുത്തുക. ഇത് മറ്റൊരു കാര്യമാണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്തരുത്. കാരണം ഇപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ വെള്ളം കയറുമ്പോൾ അവർ ചെയ്യുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഒരു ചാക്കിൽ മണലെടുത്ത് ഫ്രണ്ടിൽ വെക്കുക. അപ്പോൾ വെള്ളം കയറുന്നില്ല. ഇത് തന്നെയാണ് തീരത്തും ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് പാർശ്വഭിത്തികൾ ഉള്ളിടത്ത് വെള്ളം കയറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കരിങ്കൽ ഭിത്തിയോ അല്ലെങ്കിൽ പാർശ്വഭിത്തികൾ കോൺക്രീറ്റിൻ്റെ വാളോ ഇപ്പോൾ കെട്ടിയാൽ പിന്നീട് അത് ഒരു തീരദേശ റോഡിന് തടസ്സമാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മളുടെ ജനകീയ സമിതികളും എല്ലാം വരേണ്ടത് ചോദ്യം ചെയ്യുവാനാണ്. ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം ഇനിയത്തെ കാലത്ത്. കാരണം ഈ വേമ്പനാട്ട് കായലിൻ്റെ അതിര് കറക്റ്റായിട്ട് ഇപ്പോഴും വ്യക്തമല്ല. കാരണം പലയിടത്തും പുറമ്പോക്കുകളാണ്. ഓരോരുത്തരും അവരാൽ കഴിയും വിധം നികത്തിയെടുത്തിരിക്കുകയാണ് ഈ കായലിൻ്റെ തീരങ്ങളിലല്ല. അപ്പോൾ തീരദേശ റോഡ് എങ്ങനെ വരും? ചിലയിടത്ത് നികത്തിയ സ്ഥലമുണ്ട്, ചിലയിടത്ത് പുഴയുടെ യഥാർത്ഥ വീതിയുമുണ്ട്. അവിടെ നികത്താൻ അല്ലെങ്കിൽ അവിടെ റോഡ് വരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? CRZ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ അത് തടസ്സം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആദ്യം നിയമം മാറ്റണം. നിയമം മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ CRZ പരിധിയിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയണം. കൂടാതെ വേമ്പനാട്ടുകാരൻ്റെ അതിർത്തി സർവേ ചെയ്ത അതിർത്തികൾ നിശ്ചയിച്ച് അതിരടയാളം സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയും സമയബന്ധിതമായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇത് 2016 ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യം നടന്നില്ല. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് സർവേയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ. കായലിൻ്റെ ഈ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അവരുടെ യോഗം